ഞാൻ ഈ ചൈനയെ കുറിച്ചുള്ള വീഡിയോ ഇടുന്ന ചിലർക്ക് അങ്ങോട്ട് പിടിക്കണില്ല. അവർ പറഞ്ഞത് എനിക്ക് ദേശസ്നേഹമില്ലെന്നാണ്. ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്തെങ്കിലും പുരോഗതി കണ്ടു കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളത് ദേശസ്നേഹമില്ലായ്മയാണോ ദേശസ്നേഹമാണോ? നമ്മളിങ്ങനെ മതം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടികൂടി നമ്മളുടെ ക്രിയാത്മകമായിട്ടുള്ള ശേഷിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒരു ക്രിയാത്മകതയിലേക്ക് തിരിച്ചുവിടാനുള്ള എൻ്റെ ഒരു എളിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നത്. കാരണം ഇവർ നമ്മളെക്കാളും പുറകിൽ, നമ്മളോടൊപ്പമല്ല, നമ്മളെക്കാളും പുറകിൽ, നമ്മളെ മാത്രമല്ല ബംഗ്ലാദേശിൻ്റെയും പുറകിലുണ്ടായിരുന്ന ടീമാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നമായിട്ടുള്ള നാടായിട്ടുള്ള ഇന്ത്യ ഒന്ന് മനസ്സ് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണരാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും നിങ്ങൾ ഒന്നുകൂടെ കണ്ടോളൂ. ഇത് ചോങ്കിങ്, അവിടുത്തെ ചില കാര്യങ്ങളൂടെ നമുക്കത് മനസ്സിലാക്കാം. ഇത് ഒരു വണ്ടർ ഡെവലപ്ഡ് ആണ്, പക്ഷേ അത്ഭുതകരവുമാണ്. ഇവിടെ ഇങ്ങനെ ദിവസങ്ങൾ കൊണ്ടാണ് ബിൽഡിങ്ങുകൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം മണിക്കൂറുകൾ കൊണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത്. അതങ്ങോട്ട് എൻ്റെ ബുദ്ധിക്ക് നിരക്കാറായിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ അറിവുണ്ടെങ്കിൽ ഒന്ന് ശരിയാ. ഇത് ഉറപ്പാ. ഈ പറഞ്ഞ റോഡ് ഇതെന്ത് മെയ്സ, ഈ റൂട്ട് കൂടെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ തലക്ക് പ്രാന്താവാൻ വേറൊന്നും വേണ്ടിയില്ല. ഇവിടെ റോഡ് ഡിവൈഡർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല. കാരണം മോർണിംഗ് അവേഴ്സിൽ ഒരു സൈഡിലായിരിക്കും ട്രാഫിക് കൂടുതൽ, ഈവനിങ് അവേഴ്സിലോ വേറെ സൈഡിലും. അപ്പോൾ റോഡ് ഡിവൈഡർ ഇങ്ങനെ നിൽക്കുക, പിന്നെ ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലോ. ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു പെട്രോൾ പമ്പ്, എനിക്ക് തോന്നുന്നത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പെട്രോൾ അടിച്ചിട്ട് വണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാവും. ഇനിയിപ്പോൾ കണ്ടില്ല, ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ മെട്രോ ട്രെയിൻ. അതായത് നമ്മളിപ്പോൾ ഒരു മെട്രോ ട്രെയിൻ ഉണ്ടാക്കാൻ വെച്ചപ്പോൾ ബിൽഡിംഗ് ഉണ്ടെന്നുള്ള കാരണത്താൽ അതിൽ കൂടെ മെട്രോ പോകില്ല എന്നാ ചിന്തിക്കുക. ഇവന്മാർ അതിനും വഴി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്ന് നമ്മളിപ്പോൾ ഇത് നിലത്താൻ നിൽക്കണം നമുക്ക് തോന്നും, പക്ഷെ സൈഡിൽ പോയാലേ സീനറി ഉള്ളൂ. 18 നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിലാണ് നമ്മളെന്നുള്ളത് അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നൂല. ഈ നഗരത്തിലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടല്ലോ, അതേമാതിരി ട്രെയിനുകളൊക്കെ ഉണ്ടല്ലോ, അത് ഈ ലോകത്ത് ഇനി എന്തൊക്കെ കാണാനുണ്ടോ അത് മൊത്തം ഒറ്റ സിറ്റി തന്നെ കാണാൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇതിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുക. ഓക്കെ, എന്തായാലും ചൈനൻ്റെ ഇൻസ്പിറേഷൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമ്മളും മാറിയേ പറ്റും. നമ്മുടെ ഈ പിന്തിരിപ്പൻ ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ പണി കിട്ടുന്നുള്ള ബോധ്യം നമ്മുടെ നാട്ടുകാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള തെളിവുകൾ നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്നുണ്ട്.